അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നലെ നമ്മൾ പറഞ്ഞതിൻ്റെ ബാക്കി തന്നെയാണ് ഇന്നലെ പറഞ്ഞതിൻ്റെ ബാക്കി എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ നമ്മൾ പാട്ട് തന്നെ ആയിക്കോട്ടെ, പാട്ട് തന്നെ ചർച്ച ആയിക്കോട്ടെ. നമ്മളെ പാട്ടുകാരൻ കുരുവട്ടൂർ പാട്ടുകാരുണ്ടല്ലോ, ഓൻ്റെ പാട്ടുമാണ് തുടങ്ങുക ഇന്ന് നമുക്ക്. ഇന്നലെ നമ്മൾ കോമാട്ട് നമ്മളെ സുലൈമാൻ ബാവൻ്റെ പാട്ടായിട്ടാണല്ലോ തുടങ്ങിയത്. അപ്പോൾ ഇന്ന് നമുക്ക് വട്ടൂരിയുടെ പാട്ടുകാരനായ ആ മീശവടിയൻ പാട്ടുകാരൻ്റെ പാട്ട് ഒന്ന് കേൾക്കാം നമുക്ക്. മൻ റബ്ബുക എന്ന് തുടങ്ങിയ ചോദ്യം ചെയ്യാനാരാണിവിടെ. പാട്ട് നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. മൻ റബ്ബുക എന്ന് തുടങ്ങിയ ചോദ്യം ചെയ്യാൻ ആരാണിവിടെ. അപ്പം മടവൂർ ഷെയ്ഖുനാനെ ഖബർക്കാണ്ട് വെച്ചാൽ മൻ റബ്ബുക എന്ന് ചോദിക്കാൻ പറ്റിയൊരു ആരുമില്ല. ആ ബാക്കി പറയട്ടെ. കെൽപ്പുള്ളൊരു ആൺകുട്ടികളെവിടെ ആ മലക്കൂത്തിൽ. അങ്ങനെ മടവൂരിനെ ചോദ്യം ചെയ്യാൻ പറ്റിയ ആൺകുട്ടികൾ ആരാണ് ആ മലക്കൂത്തിലുള്ളത്? അങ്ങനെ ഒരു മലക്കാളനല്ല. അങ്ങനെ ഒരു മലക്കാളനല്ല. ഇവിടെ ഫാത്തിമ ബീവിനെ ഖബർക്ക് വെച്ചപ്പോഴും അതുപോലെ തന്നെ അതിൻ്റെ പൂർവികരായ ആൾക്കാരെ മുഴുവനും ഖബറിലേക്ക് വെക്കപ്പെട്ടപ്പോൾ ഖബറിനോട് പറഞ്ഞതും മറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടതാണ്. എന്നിട്ടിപ്പോൾ ഇവിടെ പറയണേ, അങ്ങനെ മടവൂരിനെ ഖബർക്ക് അങ്ങോട്ട് വെച്ചാൽ മടവൂരിനെ മൺറബുക്ക എന്ന് തുടങ്ങിയ ചോദ്യം ചെയ്യാൻ പറ്റിയ ആൺകുട്ടികൾ ആരാണ് ആ മലക്കൂത്തിൽ? അങ്ങനെ ഉണ്ടോ ഇല്ലേ പറയട്ടെ. ഇല്ലടാ, അങ്ങനെ വന്നാൽ മലക്കൂത്തും പൂട്ടി. അപ്പോൾ മനസ്സിലായില്ലേ? അഥവാ മടവൂരിനെ ഖബറിലേക്ക് അങ്ങ് വെച്ചാൽ ഖബറിൽ വന്നുകാണ്ട് മർറബ്ബുക്ക എന്ന് തുടങ്ങിയ ചോദ്യം ചെയ്യാൻ പറ്റിയ മലായിക്കത്തീങ്ങളിൽ പറ്റൊരു ആൺകുട്ടികൾ മലായിക്കത്തീങ്ങളിലില്ല. അങ്ങനെ വന്നിട്ട് മടവൂരിനെങ്ങാനും ചോദ്യം ചെയ്താൽ ആ മലക്കൂത്ത് അങ്ങോട്ട് പൂട്ടീൻ, ആ മലക്കൂത്ത് പൂട്ടീൻ. ഇത് സുന്നത്യമായത്തിൻ്റെ വിശ്വാസമാണോ അതോ കുഫിരിയത്തോ? അല്ല, നാടന്മാരായ ആൾക്കാർ ഇത് കേൾക്കുന്നുണ്ടാവുമല്ലോ, നിങ്ങൾ പറഞ്ഞാൽ മതി. നമ്മളെ പൂർവികരായ ആദം നബി അലൈഹിസ്സലാത്ത് മുതൽ അന്ത്യപ്രവാചകനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടക്കം അവിടെ നിന്ന് തുടങ്ങിയ ഒരുപാട് ഔലിയാക്കന്മാർ, സിദ്ദീഖുൽ അക്ബർ തങ്ങൾ മുതൽ ഇതുവരെ കഴിഞ്ഞ ഔലിയാക്കന്മാർ വരെ, അതുപോലെ ഒരുപാട് ആളുകൾ നല്ലവരും ആകാത്തവരുമായിക്കൊണ്ട് മരണപ്പെട്ട എല്ലാവരും മലായിക്കത്തുകൾ ചോദ്യം ചെയ്യും. അത് നമ്മളുടെ ഇസ്ലാമിൻ്റെ നിയമമാണ്. ആ സമയത്ത് പല ആളുകൾക്കും പല രൂപത്തിൽ ചോദ്യങ്ങളുണ്ടാവും. ചോദ്യങ്ങൾ ലളിതമായതുണ്ടാവും, അത് ഔലിയാക്കന്മാരുടെ പദവികളും അമ്പിയാക്കന്മാരുടെ പദവികൾക്കും അനുസരിച്ച്. പക്ഷെ ഈ രൂപത്തിൽ പാടിയത് ശിർക്കാണോ അഥവാ കുഫിരിയത്താണോ, അങ്ങനെ തന്നെ പറയട്ടെ, അതോ അഖിലുസുന്നയുടെ വാദമാണോ? തികച്ചും തെറ്റായ പാട്ടല്ലേ ഈ പാടിയത്. എന്നിട്ട് ഈ പാട്ടിനെ നൗഷാദ് ന്യായീകരിച്ചു. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ പാടിയ ഈ പാട്ടിനെ നൗഷാദ് ന്യായീകരിച്ചു എന്ന് മാത്രമല്ല, നൗഷാദ് പിന്നെ പാട്ടിൻ്റെ രൂപത്തിലൂടെ തെരഞ്ഞുണ്ടാക്കുകയാണ്. ഇനി മറ്റുള്ള കാന്തപുരം വിഭാഗത്തിൽപ്പെട്ട ആരെങ്കിലും പറ്റി പാട്ട് പാടിയതുണ്ടോ? അങ്ങനെയാണ് ഈ പേരോട് ഉസ്താദിനെ പറ്റിയ പാടിയ പാട്ടും അതുപോലെ മറ്റു കുറച്ച് ആൾക്കാരെ പറ്റിയ പാടിയ പാട്ടും കിട്ടിയത്. ഇങ്ങനെ പേരോട് ഉസ്താദിൻ്റെ പേരിൽ പാടിയ പാട്ട് തെരഞ്ഞു പിടിച്ചിട്ട് കൊണ്ടിരുന്നു അറിയാണ് ഇത് ഷിർക്കാണ്. അത് കേട്ടോളി, ആ പാട്ടൊന്ന് കേട്ടോളി, ഈ പാട്ടിനനുസരിച്ച് പാടിയ പാട്ടൊന്ന് കേട്ടോളി. ഇനി പേരോട് ഉസ്താദിനെ എങ്ങനെ പുകയത്തുന്ന പാട്ടാണ്. പ്രധാനപ്പെട്ട വാക്ക് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അതിൽ നിർത്തിയത്. മൗലാന പേരോട് ഉസ്താദ് കനകനിലാവല്ലേ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ടാണ് പാടുന്നത്. ഓക്കെ, ഇതിൽ ഇവൻ കുഫിരിയത്ത് കൊണ്ടുവരുന്നത് അതല്ലെങ്കിൽ കുഫിരിയത്തിൻ്റെ വാദം കൊണ്ടുവരുന്നത് കേട്ടോളി, അതെന്താണെന്നുള്ളത് അതൊന്ന് നോക്കാം നമുക്ക്. അതിലാദ്യത്തെ വരി തന്നെ പേരോടിന്റെ വാദം അനുസരിച്ച് ശിർക്കാം. ആയിക്കോട്ടെ, പേരോടിന്റെ വാദം അനുസരിച്ച് ശിർക്കാണെങ്കിൽ എന്താണ് അവിടെ പേരോടിന്റെ വാദം? അത് പറഞ്ഞു. എന്താ പാടിയത്? മൗലാന
മൗലാന എന്നുള്ളത് ആരെക്കുറിച്ചാ ഖുർആൻ പ്രയോഗിച്ച്? മറുപടി നിങ്ങൾ പറഞ്ഞോളി. നിങ്ങളെ വാദനുസരിച്ചാണ്, ഞങ്ങൾക്ക് അതിന് അർത്ഥം അറിയാത്തതുകൊണ്ടല്ല. മൗലാന എന്നുള്ളതിൻ്റെ അർത്ഥം എനിക്ക് അറിയാത്തത് കൊണ്ട് തന്നെയാണ്. മൗലാന എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എനിക്ക് അറിയാത്തത് കൊണ്ട് തന്നെയാണ് ഇജത് കൊടുന്നത്. അതല്ലെങ്കിൽ ഇതെന്ത് ചെയ്യാണ്? ജനങ്ങളെ കബളിപ്പിക്കുക, എൻ്റെ സ്റ്റേജിന്മേൽ ഇരിക്കുന്ന ആളുകളെ തരം താഴ്ത്തുക, ഒരു പട്ടിയുടെ വില പോലും ഇല്ലാതാക്കുക. അതാണ് അതിൻ്റെ സത്യത്തിൽ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നല്ലത്. അത്ര പോലും ഒരു പട്ടിക്കുട്ടിയുടെ വില പോലും ഇല്ലാതാക്കുക. മൗലാന എന്ന് പറഞ്ഞാൽ എനിക്ക് അർത്ഥം അറിയാഞ്ഞിട്ടൊന്നും അല്ല. നിങ്ങൾ പറഞ്ഞോളി, അർത്ഥം അറിയുന്നുണ്ടെങ്കിൽ പറയടാ ചെയ്യും. ആമിന റസൂൽ ഇങ്ങനെ ഓതി നോക്കിയാൽ അതിൽ കാണുന്നു അന്ത മൗലാന. എൻ്റെ പൊട്ടൻ്റെ ഉഷാദേ, എൻ്റെ കരുമ്പൊട്ട, ഈ ആമിന റസൂലിലുള്ള ആ മൗലാനയാണോ ഈ മൗലാന? ആ മൗലാനയാണോ ഈ മൗലാന? ഈ പാട്ടിൽ വന്ന മൗലാന ആ ലഫ്ദിന് ആണോ? ആ അർത്ഥത്തിനാണോ? അള്ളാനോടാണ് അന്ത മൗലാന, ഇത് ഞങ്ങളുടെ മൗലാനയാണ്. ആടോ അവിടെ അന്ത മൗലാന, ഇത് ഞങ്ങളുടെ മൗലാനയാണ്, ഇത് ഞങ്ങളുടെ ഉടമക്കാരനാണ്, ഇത് ഞങ്ങളുടെ രക്ഷിതാവാണ് എന്നൊക്കെ അവിടെ അർത്ഥം അങ്ങനെ തന്നെയാണ് വെക്കുക. ആ ഇനി പറ, ബാക്കി പറ. അള്ളാനോട്. അപ്പൊ അള്ളാനെ കുറിച്ചുള്ള പ്രയോഗമാണ് മൗലാന എന്നുള്ളത്. അതെങ്ങനെ പേരോടിന് പറ്റി? മറുപടി പറയണം. ഈ രൂപത്തിൽ ഇങ്ങോട്ട് പറയുമ്പോൾ ജനങ്ങൾ എന്ത് ചെയ്യാണ് അറിയോ? ഇവരിലും ഉണ്ട് ഇങ്ങനത്തെ പാട്ട്, ഇവർ പൂത്തിവെച്ചതാണെന്ന് കരുതും. ഏയ്, മൗലാന എന്നുള്ളത് അള്ളാനെ പറ്റി പറഞ്ഞതാണ്, ആ പ്രയോഗം അള്ളാഹ്ക്കുള്ളതാണ്. അതെങ്ങനെ പേരോടിന് പറ്റി? അതിന് മറുപടി പറയണമെന്ന്. അതിന് മറുപടി പറയടോ, അതിന് മറുപടി പറയാ. ഏയ്, അന്ത മൗലാന എന്നുള്ള ഖുർആനിൽ പറഞ്ഞ മൗലാന അത് രക്ഷിതാവ് എന്നുള്ള നിലക്കുള്ള മൗലാനയാണ്. ഇവിടെ പേരോടിന് പറയുന്ന മൗലാന ആ രക്ഷിതാവ് എന്നുള്ള മൗലാനല്ല. മനസ്സിലാക്കിക്കോ ലഫ്ദിന്. ഏയ് മൗലാന, മൗലാന എന്താ മൗലാന എന്ന് പറഞ്ഞാൽ നമ്മളുടെ നേതാവ്. എങ്ങനെ? നമ്മുടെ നേതാവ്. മൗലാനക്കർത്ഥം നമ്മുടെ നേതാവ്. അപ്പോൾ മൗലാന പേരോട് ഉസ്താദ്, നമ്മളുടെ നേതാവായ പേരോട് ഉസ്താദ്. മൗലാന കാന്തപുരം ഉസ്താദ്, നമ്മുടെ നേതാവായ കാന്തപുരം ഉസ്താദ്. മൗലാന ഖലീൽ തങ്ങൾ, നമ്മുടെ നേതാവായ ഖലീൽ തങ്ങൾ പാപ്പ. മൗലാന പൊന്മള ഉസ്താദ്, നമ്മുടെ നേതാവായ പൊന്മള ഉസ്താദ്. നേതാവ് എന്നുള്ള അർത്ഥത്തിനാണത്. അവിടെ ആ പാട്ടിൽ പറഞ്ഞത് മൗലാന നേതാവ് എന്നുള്ള അർത്ഥത്തിനാ. എൻ്റെ കുഞ്ഞാടുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് പോലെ ഞങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ നിന്നെ കൊണ്ട് കയ്യൂല മോനെ, അത് കയ്യൂല. ഞങ്ങളത് പഠിച്ചിക്കണ്. മൗലാന എന്നുള്ളതൊക്കെ ഞങ്ങൾ പഠിച്ചിട്ടുണ്ട് ആദ്യം. അങ്ങനെ ഒരു പാട്ട് അംഗീകരിക്കാൻ പറ്റാത്തൊരു പാട്ടങ്ങോട്ട് പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ നിമിഷ നേരങ്ങളെ കൊണ്ട് പിൻവലിപ്പിക്കും. അങ്ങനെ പിൻവലിച്ച ചരിത്രേ കാന്തപുരം വിഭാഗത്തിലുള്ളൂ. പല പാട്ടുകളും അങ്ങനെ പിൻവലിപ്പിച്ചിട്ടുണ്ട്. പേരോട് ഉസ്താദ് തന്നെ പാടിയ പാട്ടുകാരെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ച പാട്ടുകളുണ്ട്, പിൻവലിച്ച പാട്ടുകളുണ്ട്. എന്താ കരുതിയത്? ഇത് ചില്ലറയാണ് ധരിച്ച്? എൻ്റെ കോമാട്ടുകാരൻ ഔദൻ്റെ പാർട്ടിയാണ് ധരിച്ച്? അതല്ല മോനെ, ഇത് പിൻവലിക്കേണ്ടടുത്ത് പിൻവലിപ്പിക്കും, പാടേണ്ടടുത്ത് പാടും, ഒക്കെ ചെയ്യും. അത് അതിൻ്റെതായ രൂപം നോക്കിയിട്ടാണ്. ഇവിടെ അന്ത മൗലാന അല്ല. ഏയ്, അന്ത മൗലാന എന്നല്ല പറഞ്ഞിട്ടുള്ളത്. ഇവിടെ മൗലാന, മൗലാന, ആ മൗലാന. ഇനി അന്ത മൗലാന എന്ന് പറഞ്ഞാൽ തന്നെ ഇവിടെ അന്ത മൗലാന കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഞങ്ങളുടെ നേതാവ്, ഞങ്ങളുടെ നേതാവ്, നേതാവ്, നമ്മുടെ നേതാവ് എന്ന് മാത്രമേ ഇവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. മനസ്സിലായോ? അത് കുഫ്രിയത്തിൻ്റെ വാക്കല്ല, അത് കുഫ്രിയത്തിൻ്റെ വാക്കല്ല. നിങ്ങൾ പറയുമ്പോൾ ഇപ്പം നീ പറയാണ് മൗലാന സുലൈമാൻ ബാവ, അങ്ങനെ പറയാൻ പറ്റൂല, എനിക്ക് പറയാൻ പറ്റൂല. കാരണം എന്താണ്? രക്ഷിതാവായ സുലൈമാൻ ബാബ എന്നാ എൻ്റെ ഉദ്ദേശം, ഉടമക്കാരനായ സുലൈമാൻ ബാബ എന്നാ. അല്ലെങ്കിൽ മൗലാന കോമാട്ടുചാലിൽ ഔല, എനിക്ക് പറയാൻ പറ്റൂല. കാരണം എന്താ? രക്ഷിതാവായ കോമാട്ടുചാലിൽ ഔല എന്നാ. അപ്പോൾ അത് ശിർക്കാണ്, അത് പറ്റൂല. കാരണം എൻ്റെ വാക്കുകൾ അങ്ങനെയാണ്. ഞങ്ങൾ അങ്ങനല്ല മൗലാനക്ക് ഉദ്ദേശിക്കുന്നത്, ഞങ്ങൾ നേതാവ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഏതായാലും ബാക്കി പറയട്ടെ.
മൗലാന എന്നുള്ളത് വേറെ സ്ഥലത്തും കൂടി ഉണ്ട്, അതും കൂടി നൗഷാദ് ഒന്ന് ഓതിക്കോട്ടെ. പറയാം. മാത്രമല്ല അള്ള പറയുന്നുണ്ട് കുല്ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാന. ഹുവ പറഞ്ഞാൽ പേരോട് നോക്കാണ് നിങ്ങൾ ഇവനെ കാട്ടുന്നത്. ഇവനെ ശരിക്കും അറിയാം. ഇവനെ ആ ഹുവ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതും ഈ പിന്നെ ഹുവ മൗലാന എന്ന് പറഞ്ഞാൽ എന്താന്നുള്ളത് ഇവന് സത്യത്തിൽ പറയണെന്ന് വെച്ചാൽ എന്നെക്കാട്ടും ഇവനത് അറിയാം. പക്ഷേ ഇവൻ്റെ ഇൽമ ഇവൻ്റെ തലച്ചോറ് നായി നക്കിപ്പോയി. ഇവൻ്റെ തലച്ചോറ് നായി നക്കി, അല്ലാത്തൊരു കുഴപ്പം ഇവനില്ല. ഏതായാലും ഇനി ബാക്കി പാടട്ടെ. ഇച്ചങ്ങായി എങ്ങനെ അതാവുക? ഏതർത്ഥത്തിലാവും മൗലാനായത്? ഏതർത്ഥത്തിലാ മൗലാന പേരോട് ഉസ്താദായതെന്ന് എനിക്കറിയാത്തത്? അത് ഞങ്ങൾക്ക് നേതാവായതുകൊണ്ട്, നമ്മുടെ നേതാവ് എന്നുള്ളതായതുകൊണ്ട്, ഞങ്ങളെ നേതാവായതുകൊണ്ടാണ് മൗലാനായത്. ഞങ്ങൾക്ക് മൗലാനായത് ഞങ്ങളെ നേതാവ് എന്നുള്ള അർത്ഥത്തിനാണ്, നേതാവ് എന്നുള്ള അർത്ഥത്തിനാണ്. അതല്ലാതെ ഇത് ജനങ്ങളുടെ ഇടയിൽ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിക്കൊണ്ട് ഉടമക്കാരൻ എന്നോ അതല്ലെങ്കിൽ രക്ഷിതാവ് എന്നോ ഈ രണ്ടിലേതെങ്കിലും ഒരു അർത്ഥമായിരിക്കും മൗലാന എന്നുള്ളതിനേക്ക് വെച്ചുകൊണ്ട് വലുതാക്കണ്ട. കാരണം അങ്ങനെയല്ല. ഞങ്ങൾ എന്ത് ചെയ്യുന്നത്, മൗലാന എന്നുള്ളതിനേക്ക് പേരോട് ഉസ്താദിനാണെങ്കിലും എ പി ഉസ്താദിനാണെങ്കിലും മറ്റു ആളുകൾക്ക് ആർക്ക് ഞങ്ങൾ മൗലാന പറയുകയാണെങ്കിലും ആ മൗലാന കൊണ്ട് ഉദ്ദേശിക്കുന്നത് നേതാവ് എന്നാണ്. ചെങ്ങായിയെ തമിഴ്നാട്ടിൽ കൂടെയൊക്കെ ഒന്ന് പോയേക്കാം. തമിഴ്നാട് എവിടെ ചെന്നാലും ഒരു ആലിമിനെ മൗലാന എന്നാ വിളിക്കുക. കർണാടകയ്ക്ക് ഒന്ന് കയറി വെക്കാം. എൻ്റെ മറ്റേ മൊയ്തീനോട് ചോദിച്ചു നോക്കാം. പിന്നെ മറ്റേ ചങ്ങയുടെ പേര് കോമാട്ടുചാലിയിൽ അദ്ദുവിനോട്. അവിടെയൊക്കെ കർണാടകയിൽ മൗലാന തന്നെ പറയാം. അതൊക്കെ നേതാവ് എന്നുള്ള അർത്ഥത്തിനാ പറയടാ. എന്തത്താ ഇതിനാ അവിടെ ഇങ്ങനെ ഇട്ടാവട്ടത്തിൽ കൂടി ഇങ്ങനെ നടന്നുങ്ങാണ്ട് ഇങ്ങനെ ചങ്കും കൊല്ലിയും പൊട്ടിച്ച് നടക്കുക എന്നല്ലാതെ കർണാടകയും തമിഴ്നാട്ടിലും എന്തു പറയണോ ഓനറിയണ്. ആകത് നക്കിപ്പോയില്ലേ തലച്ചോറ്. ബാക്കി ഇൻഷാ അല്ലാഹ് അതിൻ്റെ ബാക്കി നാളെ പറയാം.